Okay, students. So for us, today's topic is Newton's rings, a formation of interference fringes due to an arrangement. And you know, in this arrangement, a plano-convex lens of large focal length, a plano-convex lens of large focal length is kept on a plain glass surface, as you can see in the picture. ഒരു പ്ലെയിനോ കോൺവെക്സ് ലെൻസ്. എന്താണ് പ്ലെയിനോ കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ? ഒരു സർഫസ് ഫ്ലാറ്റ് ആയിരിക്കും, മറ്റൊരു സർഫസ് കോൺവെക്സ് ആയിരിക്കും. അപ്പോൾ പ്ലെയിനോ കോൺവെക്സ് ലെൻസ് ആണ്. അത് മാത്രമല്ല, അതൊരു ലാർജ് ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു പ്ലെയിനോ കോൺവെക്സ് ലെൻസ് ആണ്. അത് ഇത്തരത്തിൽ ഒരു പ്ലെയിൻ ഗ്ലാസ് സർഫസിന്റെ മുകളിൽ വച്ചിരിക്കുന്നു. സോ യു ക്യാൻ സീ ദാറ്റ് ഇൻ ബിറ്റ്വീൻ ദിസ് ലെൻസ് and the curved surface of the lens and the glass slab there is a thin air film. ഈ ലെൻസിന്റെയും ഗ്ലാസിന്റെയും ഇടയിൽ നിങ്ങൾക്ക് ഒരു എയർ ഫിലിം കാണാൻ സാധിക്കും. എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ ഒരു എയർ ഫിലിം? Okay, so you can see the air film in between the glass slab and the lens. And a monochromatic light beam from the source S is allowed to fall onto the lens, the flat surface of the lens. അപ്പോൾ ലെൻസിന്റെ ഫ്ലാറ്റ് സർഫസിലേക്ക് നമ്മൾ ലൈറ്റ് മുകളിൽ നിന്ന് വീഴ്ത്തുകയാണ്. Okay, light is allowed to fall onto the flat surface of the lens. What all will happen to the light after entering the glass, the lens? ഈ ലെൻസിനകത്തേക്ക് ഇത് കടന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുക? There will be a reflection of light from top surface of the film and bottom surface of the film. അപ്പോൾ ഫിലിമിന്റെ ടോപ്പ് സർഫസിൽ നിന്നും, ഫിലിമിന്റെ ടോപ്പ് സർഫസ് എന്ന് പറയുന്നത് ആ ലെൻസിന്റെ കർവ്ഡ് സർഫസിന് അടുത്തിരിക്കുന്ന വശമാണ്. അവിടെ നിന്നും ലൈറ്റിന്റെ ഒരു പോർഷൻ തിരിച്ചു വരും. അതുപോലെ തന്നെ മറ്റൊന്ന് എവിടെ നിന്നാണ് വരിക? ആ എയർ ഫിലിമിന്റെ ബോട്ടം പോർഷനിൽ നിന്നും ലൈറ്റ് തട്ടി തിരിച്ചു വരും. അപ്പൊ രണ്ട് റിഫ്ലക്റ്റഡ് ബീം ആണ് ഇതിനകത്തുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, എസ് എന്ന് പറയുന്ന ഒരു ലൈറ്റ് സോഴ്സിൽ നിന്നും ഒരു ലെൻസ് ഉപയോഗിച്ച് നമ്മൾ ലൈറ്റിനെ പാരലായി കൊണ്ടുവരികയാണ്. അതിനെ ഒരു 45 ഡിഗ്രിയിൽ ചരിച്ചു വെച്ച ഗ്ലാസ് പ്ലേറ്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? പെർപെൻഡിക്കുലർ ആയിട്ട് ലെൻസ് ഗ്ലാസ് സ്ലാബ് സിസ്റ്റത്തിലേക്ക് അത് വീഴ്ത്തുന്നു. ദിസ് ലൈറ്റ് ബീം undergo reflection from the top surface of air film and also from the bottom surface of air film. അപ്പോൾ ആ എയർ ഫിലിമിന്റെ മുകളിലത്തെ സർഫസിൽ നിന്നും താഴത്തെ സർഫസിൽ നിന്നും ഇത് റിഫ്ലക്ട് ചെയ്യും. അങ്ങനെ രണ്ട് റിഫ്ലക്റ്റഡ് ബീം ആണ് നേരെ വീണ്ടും മുകളിലേക്ക് വരാൻ പോകുന്നത്. അത് ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നമ്മൾ അത് എന്ത് ചെയ്യുന്നു? വി ക്യാൻ ഒബ്സർവ് ദ റിഫ്ലക്റ്റഡ് ബീം ത്രൂ എ മൈക്രോസ്കോപ്പ്. പക്ഷെ റിഫ്ലക്റ്റഡ് ബീം എന്ന് പറയുന്നത് യു നോ ദാറ്റ് അതിന്റെ എല്ലാം സോഴ്സ് ഒരു കോമൺ സോഴ്സ് ആണ്, ഒറ്റ സോഴ്സ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്ഥലത്ത് നിന്ന് റിഫ്ലക്ട് ചെയ്ത് വന്നിട്ടുള്ള ലൈറ്റും എങ്ങനെയുള്ള ലൈറ്റ് ആയിരിക്കും? അത് കൊഹറന്റ് ലൈറ്റ് ആയിരിക്കും. We learned about the condition for coherence. So here the reflected light from the bottom portion of air film and the top portion of air film reaches the microscope, and they are coherent light sources. So they undergo interference and forms constructive and destructive fringe patterns. അപ്പോൾ അത് രണ്ട് തരത്തിലുള്ള ഡാർക്ക് ഫ്രിഞ്ച് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ച് അവിടെ ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ പറ്റും. So you can see എ പെർട്ടിക്കുലർ ഫ്രിഞ്ച് പാറ്റേൺ. ഇവിടെ ഒരു ഫിഗറിൽ ഒരു ഫ്രിഞ്ച് പാറ്റേൺ കാണിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. സെന്ററിൽ ഒരു ഡാർക്ക് ഫ്രിഞ്ച്, പിന്നെ ഒരു ബ്രൈറ്റ്, പിന്നെ ഡാർക്ക് ബ്രൈറ്റ്. സോ ഓൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് റിങ്സ് ആണ് നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോർമേഷനെയാണ് നമ്മൾ ന്യൂട്ടൺസ് റിംഗ് ഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ഫോർമേഷൻ ഉണ്ടായിട്ടുള്ളത്? ഇറ്റ് ഈസ് ഫോംഡ് ബൈ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഫ്രം ദ ടോപ്പ് ആൻഡ് ബോട്ടം സർഫസ് ഓഫ് an air film which is trapped between a convex lens and a glass slab. ഒരു ഗ്ലാസ് സ്ലാബിനും കോൺവെക്സ് ലെൻസിനും ഇടയിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള എയർ ഫിലിമിന്റെ മുകൾ ഭാഗത്തു നിന്നും താഴ്ഭാഗത്തു നിന്നും റിഫ്ലക്ട് ചെയ്തു വന്ന ലൈറ്റ് കൂടി ചേർന്നിട്ട് സൂപ്പർപോസ് ചെയ്തിട്ട് ഉണ്ടായ ഇന്റർഫറൻസ് ഫോർമേഷൻ ആണ് ന്യൂട്ടൺസ് റിംഗ് എന്നറിയപ്പെടുന്നത്. ഓക്കെ,
ഇനി നമുക്ക് ഇതിന്റെ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റിലേക്ക് പോകാം. ഐ ഹോപ്പ് ഇതിന്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഹൗ ന്യൂട്ടൺസ് റിംഗ്സ് ആർ ഫോംഡ്. അപ്പോൾ കൺസ്ട്രക്ഷൻ ഓർ എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ ദിസ്. അപ്പോൾ എന്താ ചെയ്തിട്ടുള്ളത്, ഒരു ലൈറ്റ് സോഴ്സ്, ആ ലൈറ്റ് സോഴ്സ് എവിടെയായിരിക്കും വെച്ചിട്ടുണ്ടാവുന്നത്, യു ക്യാൻ സി എ ലെൻസ് സിസ്റ്റം ദർ. L1 എന്ന് കാണിച്ചിട്ടുള്ള ലെൻസ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് ലൈറ്റിനെ പാരലൽ ബീമാക്കി മാറ്റിയിരിക്കുന്നു. Then you can see B. B is a ഒരു ഗ്ലാസ് പാർഷ്യലി പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ഒരു മിറർ ആണത്. അതിൽ തട്ടിയിട്ട് ലൈറ്റ് 45 ഡിഗ്രി ചരിച്ചു വെച്ചിട്ടുള്ള ഒരു സെമി സിൽവേർഡ് മിറർ ആണ്. സോ ലൈറ്റ് ഫോൾസ് ഓൺ ടു ദ ലെൻസ് ഗ്ലാസ് സ്ലാബ് സിസ്റ്റം. അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് വരുന്നത്, എവിടെ നിന്നാണ് റിഫ്ലക്ട് ചെയ്യുന്നത്, എയർ ഫിലിമിന്റെ ടോപ്പ് ആൻഡ് ബോട്ടം പോർഷനിൽ നിന്നാണ് റിഫ്ലക്ട് ചെയ്ത് വരുന്നത്. ഈ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഇന്റർഫിയർ ചെയ്ത് അല്ലെങ്കിൽ സൂപ്പർപോസ് ചെയ്തിട്ട് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് പാറ്റേൺ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റിലേക്ക് പോകാം. ഓക്കെ, യു ക്യാൻ ഹു ഈസ് ജോയിനിങ് നൗ? Okay students, now you can see the same picture by drawing a different way. We can draw, see the glass slab and the lens system is there. അപ്പോൾ അവിടെ ഒരു ലൈറ്റ് ബീം വന്ന് വീണിരിക്കുന്നു. ലൈറ്റ് ബീം എയർ ഫിലിമിന്റെ മുകളിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്നു, അതുപോലെ താഴെ ഭാഗത്ത് നിന്ന് റിഫ്ലക്ട് ചെയ്യുന്നു. അപ്പോൾ 2 റിഫ്ലക്റ്റഡ് ബീം ആണ് അവിടെ ഉള്ളത്. ഈ 2 റിഫ്ലക്റ്റഡ് ബീമും കൂടി ചേർന്നിട്ട് അല്ലെങ്കിൽ സൂപ്പർപോസ് ചെയ്തിട്ട് ഇന്റർഫറൻസ് ഉണ്ടാകുന്നു. ഇതാണ് ഇവിടെ റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്ന് കാണിച്ചിരിക്കുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ദ എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റ് ഫോർ ന്യൂട്ടൺസ് റിംഗ് ഫോർമേഷൻ. ഓക്കെ, നൗ യു സീ ലെൻസ്, പ്ലെയിനോ കോൺവെക്സ് ലെൻസിനെ ഒരു സർക്കിൾ ആയിട്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്, ഒരു കൺസ്ട്രക്ഷൻ. സോ ജസ്റ്റ് കംപ്ലീറ്റഡ് ദ സർക്കിൾ ആൻഡ് സി ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. We can call it as the center of curvature of the plano convex lens. Okay, and R is the radius, and some other things like T is the distance from center of contact of the lens and glass slab to the point of observation where a fringe is forming. Fringe radius എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഒന്നാമത്തെ ഫ്രിഞ്ച്, രണ്ടാമത്തെ ഫ്രിഞ്ച്, മൂന്നാമത്തെ ഏതെങ്കിലും ഒരു ഫ്രിഞ്ച് എടുത്തിട്ട് അവിടെയുള്ള തിക്നെസ്സിനെയാണ് നമ്മൾ ടി എന്ന് കൊടുത്തിട്ടുള്ളത്. സോ ഇത് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ത് തരത്തിലുള്ള ഇന്റർഫറൻസ് ആണ്? നമ്മൾ തിൻ ഫിലിമിനെ കുറിച്ച് തന്നെ പഠിക്കുന്നത്, ഇവിടെ പഠിക്കുന്നതും തിൻ ഫിലിം തന്നെയാണ്. കഴിഞ്ഞ ദിവസം വെഡ്ജ് ഷേപ്പ് പഠിച്ചു. വെഡ്ജ് ഷേപ്പിലുള്ള ഒരു ഫിലിമും ഈ ന്യൂട്ടൺസ് റിംഗിന് വേണ്ടി അറേഞ്ച് ചെയ്ത് വെഡ്ജ് ഷേപ്പിൽ 2 ഗ്ലാസ് സ്ലാബുകൾ ചരിച്ചു വെച്ചിരിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല, ഒരു ഗ്ലാസ് സ്ലാബിന്റെ മുകളിൽ ഒരു ലെൻസ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എയർ ഫിലിം വിൽ ബി ദെയർ. ഒരു സർക്കുലർ ഫോമിൽ തന്നെ അതിനകത്ത് എയർ ഫിലിം ഉണ്ടായിരിക്കും. ഇനി റിഫ്ലക്റ്റഡ് സിസ്റ്റം ഇന്റർഫറൻസ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. റിഫ്ലക്റ്റഡ് സിസ്റ്റം ഇന്റർഫറൻസിന്റെ കാര്യത്തിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ ബ്രൈറ്റ് ഫ്രിഞ്ച്? ബ്രൈറ്റ് ഫ്രിഞ്ച് ഉണ്ടാകുന്ന കണ്ടീഷൻ എന്തായിരുന്നു? ഇറ്റ് ഈസ് 2 mu t cos theta equal to n plus half lambda. ഇത് ജനറൽ ഇക്വേഷൻ ആണ്, എല്ലാത്തിലും നിങ്ങൾ പഠിച്ചിരിക്കണം. സോ ഇന്റർഫറൻസ് ഫോർമേഷൻ ഇൻ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈസ് for a bright fringe to form, it is 2 mu t cos theta equal to n plus half lambda. n എന്തൊക്കെയാ വരിക? 1, 2, 3 etc. Okay, now ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് എയർ ആണ്, എയർ ഫിലിം ആണ്. എയർ ഫിലിം ആകുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓൾമോസ്റ്റ് 1 ആണ്. അപ്പോൾ അതിനെ നമ്മൾ 1 എന്ന് കൊടുക്കാം. അതുപോലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ വളരെ ചെറുതായതുകൊണ്ട് 0യോട് അപ്രോക്സിമേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ cos 0 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1 ആണ്. അപ്പോൾ 2 mu t cos theta എന്നതിന് പകരം 2t എന്ന് എടുത്താൽ മതിയാകും. ഒരു ബെറ്റർ അപ്രോക്സിമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സോ 2t is equal to n plus half lambda. അതുപോലെ what is the condition for dark fringe to form? Dark fringe ഉണ്ടാകുന്ന കണ്ടീഷൻ എന്താണ്? in reflected സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ട്രാൻസ്മിറ്റഡ് സിസ്റ്റത്തിന്റെ വേറെയാണ് കണ്ടീഷൻ. ഓക്കെ, in a reflected system dark fringe will be formed if 2 mu t cos theta equal to n lambda. ഈ ഒരു ഇക്വേഷൻസ് എന്താണെന്ന് മനസ്സിലാകാത്തവർ കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താണ് എടുത്തിട്ടുള്ളത് നോക്കുക. അതിനകത്ത് ഈ 2 പാർട്ട് ഇന്റർഫറൻസ് ഡ്യൂ ടു തിൻ ഫിലിം പഠിച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ബാക്കി എല്ലാം തന്നെ വന്നിട്ടുള്ളത്. ഈ 2 കണ്ടീഷനും ഇന്റർഫറൻസ് ഡ്യൂ ടു തിൻ ഫിലിം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്തവർ അത് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അത് മനസ്സിലാക്കുക. ഇഫ് യു ആർ ഹാവിംഗ് സം ഡൗട്ട് യു ജസ്റ്റ് ക്ലിയർ ദാറ്റ് വിത്ത് മീ. ഓക്കെ സ്റ്റുഡൻസ്, ഫോർ ഡാർക്ക് ഫ്രിഞ്ച് ടു ഫോം 2 mu t cos theta equal to n lambda. ഇവിടെയും mu റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്, കാരണം ഇത് എയർ ആണ്, എയർ ഫിലിം ആണ്. then cos theta is also equal to 1.
Therefore 2t is equal to n lambda. ഓക്കെ, ഇനി കുറച്ചൊരു ജോമെട്രിക്കൽ സൊല്യൂഷൻ കണ്ടെത്തുകയാണ് ഇവിടെ നമുക്ക് ഇതിനു വേണ്ടി. അപ്പോൾ ഡാർക്ക് ഫ്രിഞ്ചിന്റെയും ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെയും കണ്ടീഷൻസ് എഴുതിയിട്ടുണ്ട്. ഇനി നോക്കാം. ഇവിടെ ഈ സർക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ ഇവിടെ ഒരു ട്രയാങ്കിൾ നമുക്ക് അങ്ങ് വരച്ചു കഴിഞ്ഞാൽ, അതായത് ഇഫ് യു കംപ്ലീറ്റ് എ ട്രയാങ്കിൾ ലൈക്ക് ദിസ്, സി ഒരു റെഡ് ലൈൻ ഉപയോഗിച്ചിട്ട്, അപ്പൊ CHE എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ, CHE എന്ന് പറയുന്ന ട്രയാങ്കിളില് ഹൈപ്പോട്ടിന്യൂസ് ആണ് CH, HE is the base, CE is the height. അപ്പൊ എന്താ എഴുതാൻ പറ്റും? CH square is equal to HE square plus CE square. Hypotenuse square is equal to base square plus altitude square. അതാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ CH square is equal to HE square plus CE square. ഇനി ഈ HE എന്ന് പറയുന്നത് BO എന്ന് പറയുന്ന ആ ഗ്ലാസ് സ്ലാബിലെ ഒരു ഡിസ്റ്റൻസ് ആണ്. സെയിം ആണ് രണ്ടും. മുകളിൽ HE എന്ന് പറയുന്ന ലെങ്ത്തും BO എന്ന് പറയുന്ന ലെങ്ത്തും സെയിം ആണ്. അതുകൊണ്ട് അതിനെ അങ്ങ് റീപ്ലേസ് ചെയ്തു. HE എന്നതിന് പകരം BO സ്ക്വയർ എന്ന് കൊടുത്തു. പ്ലസ് CE എന്ന് പറയുന്നത് എന്താണ്? CO എന്ന ഫുൾ ലെങ്ത്തിൽ നിന്നും EO സബ്ട്രാക്ട് ചെയ്യുകയാണ്. അപ്പൊ CE ആണ് നമുക്ക് വേണ്ടത്. CE എങ്ങനെ കണ്ടുപിടിക്കും? CE is equal to full length ആയ CO minus EO square. But what is CO? CO is the radius of curvature of the lens. അതുപോലെ OE എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ EO എന്ന് പറഞ്ഞാൽ എന്താണ്? That is EO is the T value, thickness value, distance value. Now CH is again, I can mark here, CH is the radius itself, it is R. So R square equal to HE is the radius of a particular fringe. ആ ഡയഗ്രത്തിൽ ഒരു കറക്ഷൻ ഉണ്ട്. I just make a correction there in the diagram. Okay, so this is R and this is T. ഓക്കെ, അപ്പോൾ OE ആണ് അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. അതുപോലെ OQ, ദാറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് എ ഫ്രിഞ്ച്. പല ഫ്രിഞ്ചുകളുണ്ടാകും, അതിൽ ഒരു ഫ്രിഞ്ചാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതാണ് ഈ OQ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. അതിന്റെ ഡിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ R ആണ്. ഓക്കെ, നൗ BO is equal to small r, so BO square and R square വരും. CO is the radius minus EO square. EO is T, the thickness square. Okay, അതിനെ expand ചെയ്യുക. What will be that now? On expanding this, you will get R square equal to small r square plus R square plus T square minus 2RT. Okay, on expanding this, you will get R square equal to small r square plus capital R square plus T square minus 2RT എന്ന് കിട്ടും. ഓക്കെ, ഇനി T, ആ തിക്നെസ് T എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? T സ്ക്വയറിനെ അങ്ങ് നെഗ്ലക്ട് ചെയ്ത് കളയാം. അപ്പൊ T സ്ക്വയറിനെ നെഗ്ലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഇക്വേഷനിൽ എന്താണ് കിട്ടുക? ഇവിടെ ക്യാപിറ്റൽ R സ്ക്വയർ ക്യാൻസൽ ആയി പോകും, T സ്ക്വയറിനെ നെഗ്ലക്ട് ചെയ്യും. സോ വാട്ട് ഈസ് റിമൈനിങ്? R സ്ക്വയർ ഈക്വൽ ടു 2RT എന്നാണ് കിട്ടുന്നത്. What you are getting is R square equal to 2RT. Therefore, T equal to R square, small r square by 2 capital R. Capital R എന്ന് പറയുന്നത് ലെൻസിന്റെ റേഡിയസ് ആണ്. സ്മോൾ r എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രിഞ്ച് കൺസിഡർ ചെയ്യാൻ ആ ഫ്രിഞ്ചിന്റെ റേഡിയസ് ആണ്. ഓക്കെ, സോ അപ്പൊ ടിയുടെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ നമുക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. One is 2T is equal to n plus half lambda bright fringe and 2T equal to n lambda for dark. ഇങ്ങനെ രണ്ട് ഇക്വേഷൻ ആണ് നമുക്ക് ഓൾറെഡി അറിയാവുന്നത്. അപ്പൊ ആദ്യം ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കാം. 2T equal to n plus half lambdയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ T എന്നതിന് പകരം R square by 2R. അപ്പോൾ R ഞാൻ പറഞ്ഞു
ഇത്തരത്തിൽ ഒരു ഫ്രിഞ്ച്, 2, 3 ഇങ്ങനെ കുറേ ഫ്രിഞ്ച് ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഒരു nth ഫ്രിഞ്ചിന്റെ റേഡിയസിനെ നമ്മൾ RN എന്ന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ R² എന്ന് വെറുതെ എഴുതുന്നതിന് പകരം അവർ RN² എന്ന് എഴുതിയിട്ടുള്ളത്. അതായത് nth ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ റേഡിയസ് എന്ന മീനിങ് ആണ് അതിന്. ഓക്കെ, ഇറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് nth ബ്രൈറ്റ് ഫ്രിഞ്ച്. സോ 2 into RN² by 2 capital R is equal to n plus half lambda. 2 ക്യാൻസൽ ആയി പോയി. ഓക്കെ, R ക്യാപിറ്റൽ R അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു. Then therefore Rn is equal to root of n plus half lambda R. This is the equation for finding radius of nth bright fringe. Okay. In the same way, in a dark fringe എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ഡാർക്ക് ഫ്രിഞ്ച് ഉണ്ടാകുന്ന കണ്ടീഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. 2t is equal to n lambda. അതിൽ t എന്നതിന് പകരം ഇവിടെയും Rn² by 2R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2 ക്യാൻസൽ ആയി പോകുന്നു. Then cross multiply, you will get Rn equal to root of nr lambda. This is the equation for radius of nth dark fringe. ഇതിൽ n equal to 0 കൊടുക്കുമ്പോൾ n equal to 0 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാർക്ക് R equal to 0 കിട്ടും. അതായത് സെന്റർ എന്ന് പറയുന്നത് ഡാർക്ക് ആയിരിക്കും. അതേസമയം n equal to 0 എന്നുള്ളത് നമ്മൾ നേരത്തെ കിട്ടിയ ബ്രൈറ്റിന്റെ ഇക്വേഷനിൽ കൊടുത്താൽ ആ റേഡിയസ് 0 അല്ല കിട്ടുന്നത്. അതായത് സെന്ററിൽ ബ്രൈറ്റ് അല്ല ഉണ്ടാകുന്നത്, സെന്ററിൽ അപ്പോൾ ഡാർക്ക് ആണ്. യു ക്യാൻ സി എ ന്യൂട്ടൺസ് റിംഗ് ഫോർമേഷൻ. അപ്പോൾ ന്യൂട്ടൺസ് റിംഗ് ഈ രീതിയിൽ ഉണ്ടായിട്ടില്ല. സെന്റർ ഫ്രിഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും ഡാർക്ക് ആയിരിക്കും, തൊട്ടടുത്ത് ബ്രൈറ്റ് ആയിരിക്കും, അടുത്ത് ഡാർക്ക് ആയിരിക്കും, അടുത്ത് ബ്രൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു ന്യൂട്ടൺസ് റിംഗ് ഫോർമേഷൻ ഉണ്ടാകുക. ഓക്കെ, ഇനി ഇപ്പോൾ ഡാർക്ക് ഫ്രിഞ്ചിന്റെ റേഡിയസിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് n, nth ഡാർക്ക് ഫ്രിഞ്ച് ആണ്, nr lambda. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡയമീറ്റർ എന്തായിരിക്കും വരിക? dn. ട്വൈസ് റേഡിയസിനെയാണ് ഡയമീറ്റർ എന്ന് വിളിക്കുക. അപ്പോൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത് 2r lambda. 2 times nr lambda. Okay. So we got the equation for diameter of nth dark fringe. So 2 times root of nr lambda. So what is the equation for diameter of the first fringe? For the central fringe, n equal to 0, we know that the diameter, that is the distance 0, it will be center ലായിരിക്കും വരിക. Then n equal to 1, it is d1, that is 2 times root of r lambda. Similarly, d2, that's equal to 2 times root of 2r lambda, etc. So in general, dn square equal to 2 square is 4. Okay, 4n r lambda. So we get the expression for diameter of nth dark fringe. So in this way, any numbered dark fringe or bright fringe we can calculate using this expression. Okay, students, once again we'll go to the first. Today we are learning about Newton's ring. Newton's ring is a formation of interference fringes due to reflection of light from top and bottom portion of an air film which is trapped between a glass slab and a plano convex lens. And you can see the experimental arrangement shown here. So light reflection occur from the top and bottom portion. They superpose each other and forms interference pattern because these two reflected light are coherent sources of light. Then for the mathematical treatment, we are completing a diagram. A circular portion. The lens, this portion of the lens is a portion of a large sphere, and we can see that C is the center of curvature. And taking the expression for bright fringe, 2 mu t cos theta is equal to n plus half lambda. And then for dark fringe, we know that it is 2 mu t cos theta is equal to n lambda. Then for geometrical simplification, we used Pythagoras method, and we got an expression r square equal to 2 capital R times t. And then substituted this expression in the bright fringe equation and dark fringe equation, and respectively we got the expression for the radius of nth bright fringe as root of n plus half lambda r,
and radius of nth dark fringe as root of n lambda r, and you can see Newton's ring pattern in reflected light shown here. Okay, so and this is the expression for the diameter. In terms of diameter, we can write like this. Okay, students, so this is the Newton's ring formation in reflected light. Okay, students, കഴിഞ്ഞ സെഷനിൽ നമ്മൾ ന്യൂട്ടൺസ് റിങ്സ് ഡ്യൂ ടു റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ് പഠിച്ചത്. ഇന്ന് ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂട്ടൺസ് റിങ്സ് ഡ്യൂ ടു ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ന്യൂട്ടൺസ് റിംഗ് ഫോർമേഷൻ എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. എന്തായിരുന്നു ന്യൂട്ടൺസ് റിങ്സ് എന്ന് പറഞ്ഞാൽ, ഒരു ഗ്ലാസ് സ്ലാബ്, അതിന് മുകളിലൊരു പ്ലേനോ കോൺവെക്സ് ലെൻസ് വച്ചിരിക്കുന്നു. ഇതിന് രണ്ടിനും ഇടയിൽ ഒരു എയർ ഫിലിം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയത്തിൻ്റെ ഏതെങ്കിലും ഒരു ലിക്വിഡ് ആയാലും കുഴപ്പമില്ല, എയർ ആയാലും കുഴപ്പമില്ല. നമ്മൾ എയർ ഫിലിമിനെ പറ്റിയാണ് പഠിച്ചത്. അപ്പോൾ ഒരു എയർ ഫിലിം അവിടെ ഉണ്ടാകുന്നു. അത് കാരണം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻ്റർഫറൻസ് ഫോർമേഷൻ ആണ് നമ്മൾ ന്യൂട്ടൺസ് റിങ്സിൽ പഠിച്ചത്. അതിൽ റിഫ്ലക്റ്റഡ് സിസ്റ്റം ആണ് നമ്മൾ പഠിച്ചത്. റിഫ്ലക്റ്റഡ് സിസ്റ്റം ഇൻ്റർഫറൻസ് ആണ് പഠിച്ചത്. ഓക്കെ, you can see a transmitted system interference diagram. അപ്പോൾ ഇവിടെ നോക്കുക, ലൈറ്റ് വന്ന് വീഴുന്നു, ലൈറ്റ് അണ്ടർഗോ റിഫ്ലക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ. അപ്പോൾ അതിൽ കഴിഞ്ഞ സെഷൻ നമ്മൾ പഠിച്ചത് ഈ റിഫ്ലക്റ്റഡ് സിസ്റ്റം ഇൻ്റർഫറൻസിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ പാർട്ട് ഓഫ് ലൈറ്റ് ട്രാൻസ്മിറ്റ്സ്. അപ്പോൾ ഒരു പോർഷൻ എന്ത് ചെയ്യുന്നു, ആ ലെൻസിനും ഗ്ലാസ് സ്ലാബ് താഴെ വച്ചിരിക്കുന്നതാണ് ഗ്ലാസ് സ്ലാബ് എന്ന് പറയുന്നത്. അപ്പോൾ ലെൻസിനും ഗ്ലാസ് സ്ലാബിനും ഇടയിലുള്ളൊരു മീഡിയം, അത് എയർ ആയിരുന്നു. ആ എയറിൻ്റെ മുകളിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നു. ഇനി അതിലൊരു പോർഷൻ എന്ത് ചെയ്യുന്നു, താഴെ വന്നിട്ട് അതിൽ വീണ്ടും റിഫ്ലക്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ഒരു പോർഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അഗെയിൻ ഇറ്റ് അണ്ടർഗോ റിഫ്ലക്ഷൻ അറ്റ് ദ സെക്കൻഡ് ഫേസ് ഓഫ് എയർ. സോ ഈ രണ്ട് ട്രാൻസ്മിറ്റഡ് ലൈറ്റുകൾ, സോ വെൻ യു ഒബ്സർവ് ദീസ് ടു ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ഫ്രം ഹിയർ, അപ്പോൾ ഇവിടുന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഈ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ബീം എന്ന് പറയുന്നത് കൊഹറന്റ് ലൈറ്റ് ബീമാണ്. കാരണം ഇതിന്റെ രണ്ടിന്റെയും സോഴ്സ് എന്ന് പറയുന്നത് സെയിം ആണ്. ദീസ് ടു ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദ സെയിം കോമൺ സോഴ്സ്. therefore we can say that these two light sources are coherent source of light. അപ്പോൾ രണ്ട് കൊഹറന്റ് ലൈറ്റ് സോഴ്സസ് ലൈറ്റ് ബീംസ് കൂടി ചേരുമ്പോൾ എന്തുണ്ടാവും, ഇന്റർഫറൻസ് ഉണ്ടാകും. അപ്പോൾ ഇവിടെയും അത്തരത്തിലൊരു ഇന്റർഫറൻസ് പാറ്റേൺ ഉണ്ടാകുന്നു. പക്ഷേ ഇത് ഇന്റർഫറൻസ് ഇൻ ന്യൂട്ടൺസ് റിങ്സ് ഡ്യൂ ടു ട്രാൻസ്മിറ്റഡ് ലൈറ്റ് എന്നാണ്. ട്രാൻസ്മിറ്റഡ് ലൈറ്റ് കാരണം ഉണ്ടായിട്ടുള്ള ഇന്റർഫറൻസ് ആണ് അവിടെയുള്ളത്. ഓക്കെ, and you can see that this is the interference pattern formed in a transmitted system. Transmitted systemത്തിലുള്ള interference pattern ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ റിഫ്ലക്റ്റഡ് സിസ്റ്റം ഇന്റർഫറൻസ് പാറ്റേണുമായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ സെന്ററിൽ ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ് ഉണ്ടാവുക. എന്നാൽ റിഫ്ലക്റ്റഡ് സിസ്റ്റം ഇന്റർഫറൻസിലെ സെന്ററിൽ ബ്രൈറ്റ് ഫ്രിഞ്ച് ആയിരുന്നില്ല, അവിടെ ഡാർക്ക് ഫ്രിഞ്ച് ആണ് സെന്ററിൽ ഉണ്ടായത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റിലേക്ക് പോകാം. ഓക്കെ, സോ വി നോ ഒരു തിൻ ഫിലിം ഇന്റർഫറൻസ് ഉണ്ടാകുന്നതിന് വേണ്ട കണ്ടീഷൻസ് ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അത് തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ട്രാൻസ്മിറ്റഡ് സിസ്റ്റം ഇന്റർഫറൻസ്, ട്രാൻസ്മിറ്റഡ് സിസ്റ്റം ആകുമ്പോൾ ബ്രൈറ്റ് ഫ്രിഞ്ച് ഉണ്ടാകുന്നതിനുള്ള കണ്ടീഷൻ എന്താണ്? അതാ ബ്രൈറ്റ് ഫ്രിഞ്ച് ഉണ്ടാകുന്നുള്ള കണ്ടീഷൻ 2 mu t cos theta equal to n lambda. റിഫ്ലക്റ്റഡ് സിസ്റ്റത്തിലായപ്പോൾ 2 mu t cos theta equal to n plus half lambda നമ്മൾ ഉപയോഗിച്ചത് ബ്രൈറ്റ് ഫ്രിഞ്ചിന് വേണ്ടിയിട്ട്. പക്ഷേ ട്രാൻസ്മിറ്റഡ് സിസ്റ്റത്തിലാകുമ്പോൾ ബ്രൈറ്റ് ഫ്രിഞ്ച് ഉണ്ടാകുന്നുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് 2 mu t cos theta equal to n lambda. അതുപോലെ ഡാർക്ക് ഫ്രിഞ്ച് ഉണ്ടാകുന്നുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് 2 mu t cos theta equal to n plus half lambda. ഓക്കെ, ഇതെല്ലാം തന്നെ നമ്മൾ തിൻ ഫിലിം ഇന്റർഫറൻസ് ആ ഒരു ഡെറിവേഷൻ ടൈമിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് പാർട്ട് ഡെറിവേഷനിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ മൊഡ്യൂൾസ് റെഫർ ചെയ്യുക, അതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ട്രാൻസ്മിറ്റഡ് സിസ്റ്റം ഇന്റർഫറൻസിൽ ബ്രൈറ്റ് ഫ്രിഞ്ച് ഉണ്ടാകുന്നതിനുള്ള കണ്ടീഷൻ 2 mu t cos theta equal to n lambda.
അതുപോലെ ഡാർക്ക് ഫ്രിഞ്ച് ഉണ്ടാകുന്നതിന് 2 mu t cos theta n plus half lambda. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ ചില കണ്ടീഷൻസ് ഒക്കെ എടുത്തത് എയർ ആയതുകൊണ്ട് നമ്മൾ mu ഈക്വൽ ടു 1 കഴിഞ്ഞ ഡെറിവേഷനിൽ എടുത്ത് തന്നെയാണ് mu ഈക്വൽ ടു 1 എന്ന് എടുക്കും. അതുപോലെ തീറ്റ ഈസ് ഓൾമോസ്റ്റ് ക്ലോസ് ടു 0, അപ്പോൾ cos 0 എന്നുള്ളത് 1 വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2t ഈക്വൽ ടു n lambda. You can refer the previous derivation of a reflected system. അതങ്ങനെ തന്നെ ഉപയോഗിക്കുകയാണ് നമ്മൾ. അപ്പോൾ 2t cos thetaക്ക് പകരം 2 mu t cos thetaക്ക് പകരം 2t equal to n lambda വരും. താഴെ 2t ഡാർക്കിന് 2t equal to n plus half lambda വരും. And simplifying the same way as we did in the case of reflected system, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, the expression for the radius of nth fringe, Rn എന്നാണ് അതിനെ വിളിക്കുക. Rn എന്ന് പറഞ്ഞാൽ Rn is the radius of nth bright fringe. It's given by the expression root of n lambda r. Rn equal to root of n lambda r. അതുപോലെ ഡാർക്ക് ഫ്രിഞ്ചിന്റെ ഇക്വേഷൻ radius of nth dark fringe is given by root of n plus half lambda r. root of n plus half lambda r. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ രണ്ട് എക്സ്പ്രഷൻസ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, റേഡിയസ് എക്സ്പ്രഷൻസ് എല്ലാം തന്നെ റിഫ്ലക്റ്റഡ് സിസ്റ്റത്തിൽ പഠിച്ചതാണ്, അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഇത് പറയാത്തത്. ബട്ട് ഇഫ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആയിട്ട് ഇഫ് ദേ ആർ ആസ്ക്ഡ് ടു റൈറ്റ് ഡീറ്റെയിൽ നോട്ട് ഓൺ ന്യൂട്ടൺസ് റിംഗ്സ് ബൈ ട്രാൻസ്മിറ്റഡ് ലൈറ്റ്, then you have to derive these expressions completely. അപ്പോൾ റിഫ്ലക്റ്റഡ് സിസ്റ്റത്തിൽ എഴുതിയ ഡെറിവേഷൻസ് ഇതിനകത്തേക്ക് കൂടി നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഇതിൽ ഈ രണ്ട് ഫൈനൽ സ്റ്റെപ്സ് മാത്രമേ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ട്രാൻസ്മിറ്റഡ് സിസ്റ്റം ചോദിക്കുകയാണെങ്കിൽ റിഫ്ലക്റ്റഡ് സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ച ഡെറിവേഷൻ പാർട്ട്, റേഡിയസിന്റെ എക്സ്പ്രഷൻ എങ്ങനെ ഡിറൈവ് ചെയ്തെന്നുള്ളത് അത് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് എഴുതണം. വീണ്ടും ഇതിനകത്ത് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഈസ് ദ ബേസിക് ഡിഫറൻസ് ഓഫ് ദ ഫ്രിഞ്ച് ഫോർമേഷൻ. ഫ്രിഞ്ച് ഫോർമേഷൻ എന്താ ഡിഫറൻസ് വരിക, ന്യൂട്ടൺസ് റിംഗ്സ് ഡ്യൂ ടു റിഫ്ലക്റ്റഡ് ലൈറ്റിൽ സെന്റർ ഡാർക്കാണ് ഉണ്ടായതെങ്കിൽ ഇവിടെ സെൻട്രൽ ഫ്രിഞ്ച് എന്ന് പറയുന്നത് ബ്രൈറ്റ് ഫ്രിഞ്ച് ആയിരിക്കും. പിന്നെ ഓൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ന്യൂട്ടൺസ് റിംഗ്സ് ബൈ ട്രാൻസ്മിറ്റഡ് ലൈറ്റ്. ഓക്കെ, ഫ്രം ഹിയർ നൗ വി ക്യാൻ മൂവ് ടു few applications of Newton's rings. Okay, കുറച്ചധികം ആപ്ലിക്കേഷൻസ് ഉള്ളതാണ് ന്യൂട്ടൺസ് റിംഗ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷന്. ആക്ച്വലി അതിൽ തന്നെ ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻ നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആയിട്ട് ഡിറ്റർമിനേഷൻ ഓഫ് വേവ് ലെങ്ത് ഓഫ് സോഡിയം ലൈറ്റ്. Sodium light has got a particular wavelength. So determination of wavelength of sodium light. Sodium light inde wavelength കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ഈ ന്യൂട്ടൺസ് റിംഗ്സ് അറേഞ്ച്മെന്റ് ഉപയോഗിക്കാം. ന്യൂട്ടൺസ് റിംഗ്സിന്റെ റിഫ്ലക്റ്റഡ് സിസ്റ്റം അറേഞ്ച്മെന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ന്യൂട്ടൺസ് റിംഗ്സ് റിഫ്ലക്റ്റഡ് സിസ്റ്റത്തിലെ റേഡിയസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് R ഈക്വൽ ടു റേഡിയസ് ഇക്വേഷൻ R ഈക്വൽ ടു റൂട്ട് ഓഫ് n lambda r. R equal to root of n lambda r ആണ്. ഓക്കെ, ഇത് റിഫ്ലക്റ്റഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ nth ഡാർക്ക് ഫ്രിഞ്ചിന്റെ ഇക്വേഷൻ ആണ്. റേഡിയസ് ഓഫ് nth ഡാർക്ക് ഫ്രിഞ്ച് ഇസ് ഗിവൺ ബൈ Rn ഈക്വൽ ടു റൂട്ട് ഓഫ് n lambda r. അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ ഓഫ് nth ഡാർക്ക് ഫ്രിഞ്ച് എന്തായിരിക്കും വരിക? Diameter of nth dark fringe is equal to 2 times Rn. Diameter is double that of radius. Therefore, dn square is equal to, in the square edukam, that is equal to 4n lambda r. Then what will be the diameter of n plus mth dark fringe? That is dn plus m square equal to 4n plus m lambda r. ഓക്കെ, അപ്പോൾ എന്നാമത്തെ nth ഡാർക്ക് ഫ്രിഞ്ചിന്റെ ഡയമീറ്ററിന്റെ സ്ക്വയർ ഇക്വേഷൻ കിട്ടി. n പ്ലസ് എം, അതായത് nth ഫ്രിഞ്ച് നമ്മൾ നോക്കുക, അതിനുശേഷം അവിടെ നിന്ന് ഒരു m ഫ്രിഞ്ചസ് കൗണ്ട് ചെയ്തിട്ട് അടുത്തത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡയമീറ്ററിന്റെ സ്ക്വയേഴ്സ് ആണ് എഴുതിയിട്ടുള്ളത്. ദെൻ just find the difference between these two. You can see d square n plus m minus d square n equal to, ഇതിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ പറ്റുക? ഇതിനെ വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം. 4n lambda r plus
ഫോർ എം ലാംഡ ആർ വരില്ലേ. അപ്പോൾ അതിൽ നിന്ന് എൻ ലാംഡ ആറ് ഇവിടെയും എൻ ലാംഡ രണ്ടിലുണ്ടല്ലോ, അത് സബ്ട്രാക്ട് ചെയ്ത് പോയിട്ടാണ് ബാക്കി ഫോർ എം ലാംഡ ആറ് ബാക്കി വന്നിരിക്കുന്നു. ഓക്കെ, സോ ഡി സ്ക്വയർ എൻ പ്ലസ് എം മൈനസ് ഡി സ്ക്വയർ എൻ ഈക്വൽ ടു ഫോർ എം ലാംഡ ആർ. അപ്പോൾ ഇതിൽ നിന്ന് ഹൗ ക്യാൻ യു ഫൈൻഡ് ലാംഡ? വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ നമ്മുടെ എയിം അതായിരുന്നല്ലോ. അപ്പോൾ വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു ഡി സ്ക്വയർ എൻ പ്ലസ് എം മൈനസ് ഡി സ്ക്വയർ എൻ ഡിവൈഡ് ബൈ ഫോർ എം ലാംഡ ആർ. എം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എത്ര ഫ്രിഞ്ചസ് കൗണ്ട് ചെയ്യുന്നുണ്ട് അതാണ് എം എന്ന് പറയുന്നത്. ആർ ഇസ് ദ റേഡിയസ് ഓഫ് ദ ലെൻസ് ദാറ്റ് വി യൂസ്. നമ്മൾ ഉപയോഗിച്ച ലെൻസിന്റെ റേഡിയസ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് എക്സ്പെരിമെന്റ് പാർട്ടായിട്ട് ചെയ്യുക? അപ്പോൾ എക്സ്പെരിമെന്റ് പാർട്ടായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ന്യൂട്ടൺസ് റിംഗ്സ് അറേഞ്ച്മെന്റ് ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, റിഫ്ലക്റ്റഡ് സിസ്റ്റം ഇന്റർഫറൻസ് ഫ്രിഞ്ചസ് ഒബ്സർവ് ചെയ്യുക. അതിൽ ഏതെങ്കിലും ഒരു ഫ്രിഞ്ചിനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക. അതാണ് nth ഫ്രിഞ്ച്. ഫോർ എക്സാമ്പിൾ നമ്മൾക്കൊരു ഏതെങ്കിലും ഫ്രിഞ്ച്, ഫോർ എക്സാമ്പിൾ 10th ഫ്രിഞ്ച്, ഏതെങ്കിലും ഒരു ഫ്രിഞ്ച് ലൊക്കേറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് നമ്പർ ഒന്നുമില്ല, nth ഫ്രിഞ്ച് ലൊക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഇത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രിഞ്ച്, ക്ലിയർ ആയിട്ട് കാണുന്ന ഒരു ഫ്രിഞ്ച് ലൊക്കേറ്റ് ചെയ്യുക. അതിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുക. അതാണ് DN എന്ന് പറയുന്നത്. ഇനി അവിടെ നിന്ന് ഒരു 10 ഫ്രിഞ്ച് കൗണ്ട് ചെയ്യുക, 10ഓ 20ഓ ഫ്രിഞ്ച് കൗണ്ട് ചെയ്യുക. അപ്പോൾ 20 ഫ്രിഞ്ച് കൗണ്ട് ചെയ്യുന്നേക്ക്. അപ്പോൾ 20 അതിൻ്റെ ഡയമീറ്റർ എടുക്കുക. അതാണ് DN പ്ലസ് എം എന്ന് പറയുന്നത്. അത് രണ്ടും നമുക്ക് മൈക്രോസ്കോപ്പ് റീഡിങ്ങിൽ നിന്ന് കിട്ടുന്നതാണ്. ഈ DN ആൻഡ് DN പ്ലസ് എം എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പ് റീഡിംഗ് ഉപയോഗിച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്ന റീഡിംഗ് ആണ്. അതിൽ എം എന്ന് പറയുന്നത് എത്ര ഫ്രിഞ്ചുകൾ നമ്മൾ കൗണ്ട് ചെയ്തു എന്ന് പറയുന്നു. ആർ ഇസ് ദ റേഡിയസ് ഓഫ് ദ ലെൻസ് ദാറ്റ് വി യൂസ്ഡ്. അപ്പോൾ ഇത്രയും ഈ വിവരങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഉപയോഗിച്ച ലൈറ്റ്, ഇപ്പോൾ സോഡിയം ആയിക്കോട്ടെ, ഏത് ലൈറ്റും ആയിക്കോട്ടെ, ഉപയോഗിച്ച ലൈറ്റിന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് ന്യൂട്ടൺസ് റിംഗ്സ്. ഓക്കെ, ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആണ് ന്യൂട്ടൺസ് റിംഗ്സിന്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ. ഓക്കെ, ഇനി ന്യൂട്ടൺസ് റിംഗ്സിന്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡിറ്റർമിനേഷൻ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ ലിക്വിഡ്. The second application of Newton's rings arrangement, that is determination of wavelength of determination of refractive index of a liquid. ഒരു ലിക്വിഡിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ആൻ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ദാറ്റ് ഡിറ്റർമിൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. ഒരു മീഡിയത്തിലെ ലൈറ്റിന്റെ സ്പീഡ് എത്രയായിരിക്കും, ആ മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ ലൈറ്റിന്റെ സ്പീഡിന് എന്ത് ചേഞ്ച് വരുന്നു, ഇങ്ങനെയെല്ലാം സൂചിപ്പിക്കുന്ന ഒരു ടേം ആണ്, ഒരു ക്വാണ്ടിറ്റി ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അത് ലിക്വിഡിനെ സംബന്ധിച്ചിടത്തോളം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ്. അപ്പോൾ എങ്ങനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പറ്റും? അതിന് പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒരു മെത്തേഡാണ് ഈ ന്യൂട്ടൺസ് റിംഗ്സ് അറേഞ്ച്മെന്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ റിഫ്ലക്റ്റഡ് സിസ്റ്റം ഇന്റർഫറൻസ് തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഫോം എ റിഫ്ലക്റ്റഡ് സിസ്റ്റം ഇന്റർഫറൻസ് വിത്ത് എയർ ബിറ്റ്വീൻ ദം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ന്യൂട്ടൺസ് റിംഗ്സ് അറേഞ്ച്മെന്റ് ചെയ്യുക, ലെൻസ്, അതിന് താഴെ ഒരു ഗ്ലാസ് സ്ലാബ്. ഓക്കെ, അപ്പൊ ഇതിനിടയിൽ എന്താണ് ഒരു ആദ്യം അവിടെ എയർ ആണ് ഉണ്ടാവുക. അപ്പൊ എയർ അവിടെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം ഡാർക്ക് ഫ്രിഞ്ചിന്റെ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദി ഇക്വേഷൻ ഫോർ റേഡിയസ് ഓഫ് nth ഡാർക്ക് ഫ്രിഞ്ച്? ദാറ്റ് ഈസ് റൂട്ട് ഓഫ് n r ലാംഡ. ഓക്കെ, റേഡിയസ് ഓഫ് nth ഡാർക്ക് ഫ്രിഞ്ച് ഇസ് റൂട്ട് ഓഫ് n r ലാംഡ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. r n, അതിന് സ്ക്വയർ ചെയ്തു, സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും റൂട്ട് അങ്ങ് പോവും, n r ലാംഡ എന്ന് വരും. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ എയറിന് പകരം എയർ വിൽ ബി റീപ്ലേസ്ഡ് വിത്ത് സം ലിക്വിഡ്. ഓക്കെ, ഒരു ലിക്വിഡ് അവിടെ അങ്ങ് ഒഴിക്കും, ചെറിയൊരു ഡ്രോപ്പ് ഓഫ് ലിക്വിഡ്. ഏത് ലിക്വിഡിന്റെ ആണോ കണ്ടുപിടിക്കുന്നത് അത് അവിടെ ഒഴിക്കും. ഓക്കെ, അപ്പൊ എയർ ഫിലിമിന് പകരം ആ ലെൻസിന്റെയും ഗ്ലാസ് സ്ലാബിന്റെയും ഇടയിൽ ഒരു ചെറിയ ലിക്വിഡ് ഫിലിം ഫോം ചെയ്യും. അപ്പൊ ഇതേ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? RN ഡാഷ് എന്ന് പറയാം. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് nth dark fringe with the liquid film in between them. Refractive index of nth dark fringe with the liquid film. അപ്പോൾ എന്താ ഇക്വേഷൻ വരികയെന്ന് അറിയോ? റൂട്ട് ഓഫ് n r ലാംഡ വേവ് ലെങ്ത്
റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറുമ്പോൾ വേവ് ലെങ്ത്തും മാറും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ആണെങ്കിൽ, അതായത് എയറിലുള്ള വേവ് ലെങ്ത് ലാംഡ ആണെങ്കിൽ, വേറെ ഏതെങ്കിലും ഒരു മീഡിയത്തിലാണ്, മ്യൂ എന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിലാണെങ്കിൽ പുതിയ വേവ് ലെങ്ത് എന്ന് പറയുന്നത് എയറിലുള്ള വേവ് ലെങ്തിനെ പുതിയ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് പുതിയ അതിനകത്തുള്ള വേവ് ലെങ്ത് കിട്ടും. ഓക്കെ, ദാറ്റ് ഇസ് എ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ വേവ് ലെങ്ത് ഈസ് റീപ്ലേസ്ഡ് ബൈ ലാംഡ ബൈ മ്യൂ, അത് ഉപയോഗിച്ചിട്ട് ചെയ്തിരിക്കുന്നു. സോ ആർ എൻ ഡാഷ്, റേഡിയസ് ഓഫ് nth dark fringe with liquid film is root of n r lambda by mu. ഇവിടെ ഒരു n ഡാഷ് എന്ന് പറയുന്നത് n ഡാഷ് അതിന്റെ സ്ക്വയർ എടുത്തിരിക്കുന്നു. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്താണ് വരിക? ദാറ്റ് ഇസ് ഈക്വൽ ടു nr lambda divided by mu. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള റേഡിയസിന്റെ ഡിഫറൻസ്. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും എന്ത് സംഭവിക്കും? n ക്യാൻസൽ ആയി പോകും, r സെയിം ലെൻസ് അല്ല ഉപയോഗിച്ചാൽ ക്യാൻസൽ ആയി പോകും, ലാംഡ ക്യാൻസൽ ആയി പോകുന്നു. സോ റിമൈനിങ് ഈസ് rn ബൈ സ്ക്വയർ ബൈ rn ഡാഷ് സ്ക്വയർ, rn സ്ക്വയർ ഡിവൈഡ് ബൈ rn ഡാഷ് സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇങ്ങനെയാണ് റിലേഷൻ കിട്ടുന്നത്. ഇനി നമ്മൾക്ക് എക്സ്പെരിമെന്റൽ പാർട്ട് എടുത്ത് ചെയ്യുമ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ആദ്യം വിത്ത് എയർ വച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? ഡയമീറ്റർ ഓഫ് nth ആൻഡ് n+m, നേരത്തെ തൊട്ട് മുന്നേ ഉള്ള എക്സ്പെരിമെന്റ് പാർട്ടിൽ ചെയ്ത് അതുപോലെ തന്നെ വിത്ത് എയർ ബിറ്റ്വീൻ ദ ലെൻസ് ആൻഡ് ഗ്ലാസ് സ്ലാബ് വി ഡിറ്റർമിൻ ദ ഡയമീറ്റർ ഓഫ് nth ഡാർക്ക് ഫ്രിഞ്ച് ആൻഡ് n+mth ഡാർക്ക് ഫ്രിഞ്ച്. ആദ്യം ഏതെങ്കിലും ഒരു ഡാർക്ക് ഫ്രിഞ്ചിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കും. അതിനുശേഷം ഒരു m നമ്പർ ഓഫ് ഫ്രിഞ്ചസ് കൗണ്ട് ചെയ്യും. m നമ്പർ ഓഫ് ഫ്രിഞ്ചസ് കൗണ്ട് ചെയ്ത് ഫോർ എക്സാമ്പിൾ 20 ഫ്രിഞ്ചസ്, എന്നിട്ട് അതിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം ഏതെങ്കിലും ഒരെണ്ണം ലൊക്കേറ്റ് ചെയ്യുക, മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് അതിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുക, അതാണ് dn. അതിനുശേഷം അവിടെ നിന്നൊരു 20 ഫ്രിഞ്ച് കൗണ്ട് ചെയ്ത് മുന്നോട്ട് പോവുക. ദെൻ അതിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുക, അതാണ് dn+m, അതായത് dn+20. ഫോർ എക്സാമ്പിൾ dn+20 എന്ന് എടുത്തിരിക്കുന്നത് കേട്ടോ. ദെൻ ദ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ എന്താ വരിക? dn+m സ്ക്വയർ മൈനസ് dn സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? 4m r ലാംഡ. ഇത് എങ്ങനെ കിട്ടിയതാണ് ശരിക്കും? വാട്ട് ഈസ് dn? dn is equal to 4n r ലാംഡ. dn+m നേരത്തെ എഴുതി അത് തന്നെയാണ്, 4n+m r ലാംഡ. അതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ what we are getting on finding the difference, okay, is dn+m square minus dn square equal to, ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ 4nr ലാംഡ താഴെ ഒരു 4nr ലാംഡ പ്ലസ് 4mr ലാംഡ വരും. അതിൽ 4nr ലാംഡ ക്യാൻസൽ ആയി പോകും, പിന്നെ റിമൈൻ ചെയ്യുന്നതാണ് 4mr ലാംഡ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി വിത്ത് എയർ ബിറ്റ്വീൻ ദം. Okay, air film between the lens and glass slab. Now insert the liquid film in between them. അപ്പോൾ ഇതിനകത്ത് ലിക്വിഡ് ഇൻസെർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതേ എക്സ്പെരിമെന്റ് ചെയ്യുക. അപ്പോൾ അതേ ഫ്രിഞ്ചിന്റെ ലൊക്കേഷൻ, അതായത് nth ഫ്രിഞ്ചിന്റെ ലൊക്കേഷൻ എടുക്കുക, nth ഡാർക്ക് ഫ്രിഞ്ചിന്റെ ലൊക്കേഷൻ എടുക്കുക. അതിനെയാണ് dn dash, the diameter of nth dark fringe with liquid inserted. അതിനുശേഷം ഡയമീറ്റർ ഓഫ് n+mth ഡാർക്ക് ഫ്രിഞ്ച് എടുക്കുക, ദാറ്റ് ഈസ് dn+m ഡാഷ്. ഓക്കെ, സോ dn ഡാഷ് ആൻഡ് dn ഡാഷ് പ്ലസ് m എന്ന് പറയുന്നത് ലിക്വിഡ് ഇൻസേർട്ട് ചെയ്തതിനു ശേഷം ഉള്ള രണ്ട് ഫ്രിഞ്ചുകളുടെ ലൊക്കേഷൻ ആണ് എടുത്തിട്ടുള്ളത്. അതിന്റെ ഡിഫറൻസ് എടുക്കുക, d-n+m സ്ക്വയർ മൈനസ് dn ഡാഷ് സ്ക്വയർ ഈക്വൽ ടു എന്താണ് ഡിഫറൻസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞു? 4mr അങ്ങനെ തന്നെ വരും, പക്ഷെ വേവ് ലെങ്ത്തിന് ചേഞ്ച് വരും. വേവ് ലെങ്ത് ലാംഡ ബൈ മ്യൂ എന്നാണ് വരിക. ദാറ്റ് വിൽ ബി ദ ന്യൂ വേവ് ലെങ്ത്. ഓക്കെ, നൗ സോ വി ഗോട്ട് two equations. What are the two equations? One is with air, difference between diameter of nth and n+mth fringes ആണ്. ഒരെണ്ണം with air between them and ഒരെണ്ണം liquid between them. Okay, so now you divide these two equations. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരിക? അതായത് dn+m സ്ക്വയർ മൈനസ് dn സ്ക്വയർ ഡിവൈഡ് ബൈ
n dash plus m square minus d n dash square equal to. What will be the answer for that? 4m r lambda divided by 4m r lambda divided by mu. 4 cancel, m cancel, r and lambda, everything cancel. So mu will come to the top. Okay, that is the expression here. You can see that mu is equal to d square n plus m minus d square n divided by d dash square n plus m minus d dash square n. So എയർ ഉപയോഗിച്ച് nth ഫ്രിഞ്ചിന്റെയും n പ്ലസ് mth ഫ്രിഞ്ചിന്റെയും ഡയമീറ്റർ കണ്ടുപിടിക്കുക. ലിക്വിഡ് ഇൻസെർട്ടിന് ശേഷവും nth ഫ്രിഞ്ചിന്റെയും nth ഡാർക്ക് ഫ്രിഞ്ചിന്റെയും n പ്ലസ് mth ഡാർക്ക് ഫ്രിഞ്ചിന്റെയും ഡയമീറ്റർ കണ്ടുപിടിക്കുക. അവരുടെ ഡിഫറൻസ് കണ്ടുപിടിച്ചതിന് ശേഷം ഡിവൈഡ് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ എക്സ്പ്രഷൻ ഫോർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതും എക്സ്പെരിമെന്റ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളതാണ്. ഓക്കെ, സോ this is the second application of Newton's rings arrangement for finding the refractive index of a liquid. ഇപ്പോൾ നമ്മൾ ചെയ്ത കാൽക്കുലേഷൻ ഗ്രാഫിക്കലായിട്ടും നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. ഗ്രാഫിക്കലായിട്ടും വി ക്യാൻ ഫൈൻഡ് ദ എക്സ്പ്രഷൻ, വി ക്യാൻ ഫൈൻഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻ എ ഗ്രാഫിക്കൽ മെത്തേഡ്. സെയിം ടെക്നിക് തന്നെയാണ് അതിന് ഉപയോഗിക്കുന്നത്. എന്താണ്? വി ഫൈൻഡ് ദ diameter of various order fringes with air between them and with liquid between them. ആദ്യം തന്നെ എയർ ഫില്ല് ചെയ്തതിനു ശേഷം പല ഫ്രിഞ്ച് ഓർഡറുകളുടെ ഡയമീറ്റർ കണ്ടുപിടിക്കുക. അതായത് ഏതെങ്കിലും എല്ലാം ഓർഡറുകളുടെ ഓർഡറുകൾ, ഫസ്റ്റ് സെക്കൻഡ് ഫ്രിഞ്ച്, തേർഡ് ഫ്രിഞ്ച്, ഫോർത്ത്, അങ്ങനെ കുറച്ചധികം ഫ്രിഞ്ചുകളുടെ ഡയമീറ്റർ കണ്ടുപിടിക്കുക. അതിനെ ഒരു ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഗ്രാഫിലൂടെ എക്സ് ആക്സിസിലെ എം ഇസ് ഓർഡർ, ഏതൊരു ഒരു ഫ്രിഞ്ച് എടുത്തതിന് ശേഷം അവിടെ നിന്ന് ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എല്ലാം സെന്ററിൽ നിന്ന് തന്നെ ആവണമെന്നില്ല. ഈ എൻ എന്ന് പറയുന്നത് സെന്റർ ഫ്രിഞ്ച് ആവണമെന്നില്ല, ഏതെങ്കിലും എടുക്കാം. ഫോർ എക്സാമ്പിൾ ഒരു അഞ്ചാമത്തെ ഫ്രിഞ്ച്, അവിടെ നിന്ന് നിങ്ങൾ കൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ അവിടെ നിന്നും ഫസ്റ്റ് ഫ്രിഞ്ച്, അതാണ് എം എന്ന് പറയുന്നത്. എം ഈസ് സ്റ്റാർട്ടിങ് ഫ്രം എൻ. nth ഫ്രിഞ്ചിൽ നിന്നും ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, അങ്ങനെ കൗണ്ട് ചെയ്യുക. അതാണ് എമ്മിന്റെ വാല്യൂ. അതിന്റെ ഓരോന്നിന്റെയും ഡയമീറ്റർ y ആക്സിൽ കൊടുത്തിരുന്നു, അതിന്റെ സ്ക്വയർ y ആക്സിൽ കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ഓഫ് ദ ഡയമീറ്റർ. ഓക്കെ, and that will be a straight line. You can see, അപ്പോൾ എയറിന്റെ കാര്യത്തിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഒരു ഗ്രാഫ്, ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്താണ് വരിക? സോ ദ സ്ലോപ്പ് എന്ന് പറയുന്നത്, സ്ലോപ്പ് ഇസ് ഓൾവേസ് if the angle formed here is theta, then what is the slope? It is tan theta. That is equal to opposite side by adjacent side. What is the opposite side here? Opposite side is d square n plus m minus d square n. ആ ഒരു ഫോമാണ്. അതായത് ഇതിൽ എ ആൻഡ് ബി രണ്ട് സ്ക്വയർ ഡയമീറ്ററുകളുടെ സ്ക്വയറിന്റെ ഡിഫറൻസ് ആണ് അത് വരുന്നത്. ഓക്കെ, അതുപോലെ what is the base here? The base is equal to m. So divided by m. ഇതാണ് വിത്ത് എയർ ബിറ്റ്വീൻ ദം. ഇതുപോലെ തന്നെ യു ഡു ദ സെയിം എക്സ്പെരിമെന്റ് വിത്ത് ദ ലിക്വിഡ് ഫിൽഡ് ഇൻ ബിറ്റ്വീൻ ദം. ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് നമ്പർ ഓഫ് ഫ്രിഞ്ചസ് എം ഫ്രം എൻ. 1, 2, 3 കുറെ ഫ്രിഞ്ചുകൾ ഡയമീറ്റർ കണ്ടുപിടിക്കുക. അതിന്റെ സ്ക്വയർ, ഡയമീറ്ററിന്റെ സ്ക്വയർ y ആക്സിസിലും എം ദ ഓർഡർ ഓഫ് ഫ്രിഞ്ചസ് എക്സ് ആക്സിലുമായിട്ട് ഗ്രാഫ് വരയ്ക്കുക. യു ഗെറ്റ് അനദർ ഗ്രാഫ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിന്റെയും സ്ലോപ്പ് കണ്ടുപിടിക്കുക. അതിന്റെ സ്ലോപ്പ് ടാൻ തീറ്റ ഡാഷ് എന്ന് കൊടുക്കുക. ദിസ് ഇസ് തീറ്റ dash. അപ്പോൾ what is tan theta dash? Tan theta dash equal to d square n dash plus m minus d square n dash divided by m. ഇനി ഈ സ്ലോപ്പുകളുടെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുക? സ്ലോപ്പുകളുടെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് tan theta by tan theta dash കണ്ടുപിടിക്കുക. tan theta by tan theta dash കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് what will be that? It will be d square n plus m minus d square n divided by d square n dash plus m minus d square n dash. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ദിസ് ഇസ് ഈക്വൽ ടു വാട്ട്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ വെറുതെ ഈ ഗ്രാഫ് വരച്ച ശേഷം രണ്ട് ഗ്രാഫുകളുടെ സ്ലോപ്പ് എടുക്കുക. സോ സ്ലോപ്പ് എയർ ഡിവൈഡഡ് ബൈ സ്ലോപ്പ് ലിക്വിഡ് ചെയ്താൽ മതി. യു വിൽ ഗെറ്റ് വാട്ട്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. Okay, this is an alternate method for finding the refractive index of the liquid using Newton's rings method. Okay, thank you students.
These are the Newton's rings formation with a reflected system, then with a transmitted system. Then we learned two applications. One application is for determination of wavelength of light, and the second one is determination of refractive index of a liquid. Okay, okay, students. Thank you.